ടി വിയിൽ മാത്രം നീ രാഷ്ട്രീയക്കാരെ മാത്രം പറയൂ, പൊതുജനങ്ങളുടെ കാര്യം എന്തെങ്കിലും പറയൂ. ഇന്ന് 2:30 മണിക്ക് നീ ഇതുവഴി പോയപ്പോൾ ഞാൻ കൈ കാണിച്ചല്ലേ, നീ നിർത്തിയാ? നീ കൊച്ചു നോക്കിയാണ്. രാഹുൽ ഈശ്വർ എന്ന അതുല്യ പ്രതിഭയുടെ ഈ വീടിന്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതിനൊപ്പം രാഹുൽ ഈശ്വർ ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം. അഭിലാഷെ, ഒരു 30 സെക്കൻഡ് തരൂ. മലയാളം പ്രാദേശിക TV വാർത്താ ചാനലുകളുടെയും നാഷണൽ ഇന്ത്യൻ TV ചാനലുകളുടെയും സർവ്വവ്യാപിയായ സാന്നിധ്യം, ആഗോള ദേശീയ പ്രാദേശിക ചാനലുകളിലായി 3100-ലധികം TV ചർച്ചകളിൽ തീപ്പൊരി പാറിച്ച വ്യക്തി, ട്രോളുകൾക്ക് തുല്യം അറസ്റ്റുകളും നേരിടേണ്ടി വന്ന ആ മനുഷ്യനെ നാട്ടുകാരും ജനങ്ങളും ഈശ്വർ എന്ന് ചുരുക്കി വിളിച്ചു. അതെ, നമ്മുടെ എല്ലാം സ്വന്തം രാഹുൽ ഈശ്വർ. അപ്പോൾ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് എത്തേണ്ട കൃത്യമായ വഴി കൂടി അറിഞ്ഞതിനു ശേഷം കാണാനും കേൾക്കാനും പോകുന്ന ചൂടേറിയ വിശേഷങ്ങളിലേക്ക്. തിരുവനന്തപുരം പോത്തൻകോട് നിന്നും പൗടിക്കോണം ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഇടത്തേക്കുള്ള റോഡ് കയറി അല്പം മുന്നിലേക്ക് എത്തുമ്പോൾ ഹിൽ വ്യൂ ലൈൻ റെസിഡൻസ് അസോസിയേഷൻ എന്ന ബോർഡ് കാണാം. ഇവിടെ തന്നെയാണ് നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ വീട് വരുന്നത്. രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെ കുറിച്ച് നാട്ടുകാരോട് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ജനങ്ങൾ അല്പം രോക്ഷാകുലരായി തന്നെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ചാനൽ ചർച്ചകളിൽ തീപാറുന്ന പ്രസംഗം നടത്തുന്ന രാഹുൽ ഈശ്വറിനെ പോലെ ഒരു മനുഷ്യനെ പറ്റി എന്തിനാണ് നാട്ടുകാരും അയൽവാസികളും അങ്ങനെ സംസാരിച്ചത് എന്നും നിങ്ങൾ അറിയണം. തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ഒടുവിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം രാഹുൽ ഈശ്വറിന്റെ വീടിന് മുന്നിൽ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ അറിയേണ്ട 1-2 കാര്യങ്ങൾ കൂടി. ഇവിടേക്ക് എത്തേണ്ട വഴി ചോദിക്കാനായിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ ഒന്ന് ഇറങ്ങുകയുണ്ടായി. മുൻപൊന്നുമില്ലാത്തൊരു അനുഭവം. ഇവിടേക്കാണ് നമ്മുടെ യാത്ര എന്നറിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ നമ്മളെ തടഞ്ഞു വെച്ച് കുറച്ച് രൂക്ഷമായി തന്നെ സംസാരിച്ചു. കാര്യം മറ്റൊന്നുമല്ല, രാഹുൽ ഈശ്വർ എന്ന 10 പേർ അറിയുന്ന ഒരു വ്യക്തി. അദ്ദേഹം വിചാരിച്ചാൽ അവരുടെ 1-2 ആവശ്യങ്ങൾ നിറവേറും. അദ്ദേഹം ജംഗ്ഷൻ വഴി പോകുമ്പോഴെല്ലാം അവർ കാറൊക്കെ തടയാറുണ്ട്, പക്ഷെ അദ്ദേഹം വാഹനം നിർത്താറില്ല. വിശദമായി അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവരാൽ സാധിക്കാത്ത ഒരു കാര്യം എന്തായാലും അങ്ങേപോലെ ലോകം അറിയുന്ന ഒരു മനുഷ്യന് വളരെ വേഗം നിറവേറ്റാൻ സാധിക്കുമെന്ന് എനിക്കും തോന്നി. എന്തായാലും രാഹുൽ ഈശ്വർ എന്ന അതുല്യ പ്രതിഭയുടെ ഈ വീടിന്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതിനൊപ്പം രാഹുൽ ഈശ്വർ ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം. അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മുടെ ഈ വീഡിയോ എത്തിയെന്നാൽ അതിനൊരു പരിഹാരം ഉറപ്പായും ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ പൊതുനയ നിരൂപകൻ, തത്വചിന്ത എഴുത്തുകാരൻ, അഭിഭാഷകൻ, ആക്ടിവിസ്റ്റ് എന്നീ പേരുകളിൽ പ്രശസ്തനാണല്ലോ രാഹുൽ ഈശ്വർ. കേരളത്തിൽ ഒരു മലയാളി നമ്പൂതിരി ബ്രാഹ്മണ കുടുംബത്തിൽ ഈശ്വരൻ നമ്പൂതിരിയുടെയും മല്ലികയുടെയും മകനായാണ് രാഹുൽ ഈശ്വർ ജനിച്ചത്. ശബരിമല ക്ഷേത്രത്തിലെ മുതിർന്ന പരമപൂജാരിയായിരുന്ന കണ്ഠരരു മഹേശ്വരരുടെ ചെറുമകൻ കൂടിയാണ് ഇദ്ദേഹം. മുന്നോക്ക സമുദായ സംരക്ഷണ മുന്നണിയുടെ എക്സിക്യൂട്ടീവ് അംഗവും ഹിന്ദു പാർലമെന്റ് സെക്രട്ടറിയുമായ രാഹുൽ ദേശീയോദ്ഗ്രഥനം ലക്ഷ്യമിടുന്ന മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ ഫ്ളാഗ് അംബാസിഡറും കൂടിയാണ്. സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള കമ്മീഷന്റെ മാതൃകയിൽ പുരുഷന്മാർക്ക് വേണ്ടിയും ഒരു കമ്മീഷനെ നിർദ്ദേശിച്ച് ഒരു സമയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആളുമാണ് ഈശ്വർ. വിവാദ നായകൻ എന്ന പേര് കൂടി രാഹുൽ ഈശ്വറിന് സ്വന്തമെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഈ ഒരു സംഭവം മറക്കാനിടയില്ല. 2007 കേരള സർക്കാർ രാജാ രവിവർമ്മ പുരസ്കാരം കലാകാരൻ MF ഹുസൈന് നൽകാൻ തീരുമാനിച്ചപ്പോൾ ഹിന്ദു വിരുദ്ധ വികാരം ആരോപിച്ച് ഈശ്വർ അദ്ദേഹത്തിനെതിരെ ഒരു പ്രചരണം ആരംഭിക്കുകയായിരുന്നു. അതിന്റെ ഫലമായി അവാർഡ് പിൻവലിക്കപ്പെടുകയുമായിരുന്നു. അവിടെ നിന്നും പിന്നീട് കേരളത്തിലെ ആദിവാസി അവകാശങ്ങൾക്കായി പ്രചരണങ്ങൾ നടത്തുകയും മലയരയ ആദിവാസി സമൂഹത്തിലെ ആയിരക്കണക്കിന് അംഗങ്ങൾക്കൊപ്പം അറസ്റ്റിലാവുകയുമായിരുന്നു. കഴിഞ്ഞിട്ടില്ല, ശബരിമലയിൽ മലയരയ പട്ടികവർഗ സമുദായ അംഗങ്ങളെ മകരവിളക്ക് കൊളുത്താൻ അനുവദിക്കുന്നതിനെ അനുകൂലിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഈശ്വർ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതിന് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. തുടർന്ന് മാതാ അമൃതാനന്ദമയിക്കെതിരെ അവർക്കൊപ്പം നിന്നവർ പോലും കുറ്റങ്ങൾ ആരോപിച്ചപ്പോൾ രാഹുൽ ഈശ്വർ അവയെ ന്യായീകരിച്ച് രംഗത്തെത്തി. പ്രശസ്തമായ പത്മനാഭസ്വാമി ക്ഷേത്ര കേസിൽ വിജയിച്ചതിന് തിരുവിതാംകൂർ രാജകുടുംബത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും എല്ലാ ക്ഷേത്രങ്ങളെയും സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു.
ഞാൻ ഗോപകുമാറാണ്, കോടിക്കുളം മീശമുക്കിൻ്റെ അവിടെയാണ്. ഈ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്നത് ടി വിയിലും എല്ലാവരെയും രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഈ പൊതുജനങ്ങളുടെ കാര്യം, അതായത് പാണമുള ഈ ഈശോ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ പൗടിക്കുളത്ത് നിന്ന് ആട്ടോ സ്റ്റാൻഡിൻ്റെ റോഡെന്ന് വെച്ചാൽ ഈശോ താമസിക്കുന്ന സ്ഥലത്ത് എത്രയും മാസം കൊണ്ട് ടാറിടാതെ ഇരുന്ന സ്ഥലത്ത് ഈശോടെ താമസിക്കുന്നു. ഈശോർ എന്തെങ്കിലും ഇവിടെ പരിഹാരം കാണിച്ചിട്ടുണ്ടോ? ടി വിയിൽ മാത്രം ഈ രാഷ്ട്രീയക്കാരെ മാത്രം പറയൂ, പൊതുജനങ്ങളുടെ കാര്യം എന്തെങ്കിലും പറയൂ. ആട്ടോ സ്റ്റാൻഡുകാർ എത്രയും മാസം കൊണ്ട് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടണം. ഇതുവഴിയല്ലേ നടന്നു പോണത്, വണ്ടി പോണത്. ഇന്ന് 2:30 മണിക്ക് നീ ഇതുവഴി പോയപ്പോൾ ഞാൻ കൈ കാണിച്ചല്ലേ, നീ നിർത്തിയാ? നീ രാഷ്ട്രീയക്കാർക്ക് മാത്രമേ പരാതി ചെയ്യുള്ളൂ. ഈ രാഷ്ട്രീയക്കാർ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മറ്റൊക്കെ പറയുമല്ലോ. പൊതുജനങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയണം. ഇതുവഴി പോകുമ്പോൾ ഇത്ര മാസം കൊണ്ട് ഇവിടെ ചല്ലിയും മണ്ണും ഇവിടെ ഇട്ടിരുന്നു. ഇതുവഴി പോയല്ലേ ആട്ടോ സ്റ്റാൻഡുകാർ ഇത്ര മാസം കൊണ്ട് ഇവിടെ കിടക്കണം. എന്നിട്ട് കൗൺസിലർമാരുടെ പരാതി വേണം. രാഷ്ട്രീയക്കാർ മാത്രം മതിയാ. ഇനി ഇലക്ഷനിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏതെങ്കിലും ചാനലിൽ ഇനി ഉണ്ടാക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP ആയാലും കേട്ടാ, ഞങ്ങൾ ജനങ്ങൾ കേട്ടാ. കാലങ്ങളായി ഉത്തരമില്ലാതിരുന്ന മകരജ്യോതിയും മകരവിളക്കും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കി ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരു വിവാദത്തിന് അന്ത്യം കുറിക്കുകയും ശബരിമലയിലെ മകരവിളക്കിൽ ഉൾപ്പെട്ടിരുന്ന മലയരയ ഗോത്രവർഗക്കാരുടെ അവകാശങ്ങൾക്കായി MLA PC ജോർജിനൊപ്പം നിന്ന് നിയമ പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല സ്വഭാവം, നല്ല അനുസരണ, പിന്നെ രാവിലേക്ക് നടന്നു പോവും. പിന്നെ അത് നടക്കാൻ പോകുമ്പോൾ കാണാറുണ്ടോ? കാണാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ പുള്ളിക്കാരൻ കാറും കൊണ്ടുപോകും. അവൻ വേണ്ടിയിട്ടില്ല. നല്ല സ്വഭാവം പറയും, നല്ല ആൾക്കാരോട്, നല്ല ഇവിടെ ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കും. പിന്നെ വലിയ വലിയ കെട്ടിടം കെട്ടി താമസിക്കും പുള്ളിക്കാരൻ. നല്ല അടിപൊളി വീടാണല്ലേ? രാഹുൽ ഈശ്വർ നല്ല വ്യക്തിയാണ്, നല്ല കൊച്ചു നോക്കിക്കൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല സ്വഭാവക്കാരനാണ്, എല്ലാവർക്കും അറിയാം. അഭിമാനം. രാഹുൽ ചേട്ടനെ പറ്റി നാട്ടുകാർക്ക് നല്ല അഭിമാനമുണ്ട്. ബീഫ് ഫെസ്റ്റിവലിനെതിരെയും ഗോ സംരക്ഷണത്തിനെതിരെയും നിലപാടെടുത്ത മിലാദ് ഇ ഷെരീഫ് മെമ്മോറിയൽ കോളേജിലെ ഇടതുപക്ഷ വിദ്യാർത്ഥികളിൽ നിന്ന് രാഹുൽ ഈശ്വറിന് ആക്രമണം നേരിടേണ്ടി വന്നു. അവർ അന്ന് കാർ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നുവല്ലോ. ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ. തന്റെ ജീവൻ അപകടത്തിലാണെന്ന് ഹാദിയ പറയുന്ന വീഡിയോ രാഹുൽ ഈശ്വർ പുറത്തുവിട്ട സംഭവം അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് പിന്നീട് ഹാദിയയെ തടവിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ഇതോടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഈശ്വറിനെതിരായ എല്ലാ ആരോപണങ്ങളും ഒഴിവാക്കുകയായിരുന്നു. മതം നോക്കാതെ എല്ലാ വിശ്വാസികളുടെയും ശബരിമല ക്ഷേത്ര പ്രവേശനത്തെ ഈശ്വർ സ്വാഗതം ചെയ്തു. ജാതി നോക്കാതെ എല്ലാവർക്കും പൗരോഹിത്യം നൽകണമെന്നതിനെയും പിന്തുണച്ചു. സ്ത്രീകളുടെ ശബരിമല ക്ഷേത്ര പ്രവേശന വിലക്ക് 20 വർഷത്തെ നിയമ വെല്ലുവിളികൾക്ക് ശേഷം 2018 സെപ്റ്റംബറിൽ സുപ്രീം കോടതി വിലക്ക് നീക്കുകയായിരുന്നു. ഇതിനെതിരെ രാഹുൽ ഈശ്വറും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പായ അയ്യപ്പ ധർമ്മസേനയും പ്രതിഷേധിക്കുകയും അതോടെ ഈശ്വർ ശബരിമല പ്രതിഷേധങ്ങളുടെ മുഖമായി മാറുകയും പ്രതിഷേധിച്ചതിന് നീണ്ടകാലം ജയിലിലാവുകയുമായിരുന്നു. പലപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് വിശേഷിക്കപ്പെടുന്ന രാഹുൽ ഈശ്വർ BBC, CNN, റിപ്പബ്ലിക് ടൈംസ് നൗ, NDTV, ഇന്ത്യ ടുഡേ, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി തുടങ്ങിയ ആഗോള, ദേശീയ, പ്രാദേശിക ചാനലുകളിലായി 3100-ലധികം TV ചർച്ചകളിൽ പങ്കെടുത്ത് ജനഹൃദയം കീഴടക്കിയ വ്യക്തി കൂടിയാണ്. പക്ഷെ രാഹുൽ ഈശ്വർ അങ്ങനെ ഒരകല്ല. അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൂടുതൽ ചാനലാണ് കാണുന്നത്. പിന്നെ ഇവിടെ ചിലപ്പോൾ നമ്മൾ നോക്കിക്കാരത്തിന് പോകുന്നത്. രാഹുൽ ഈശ്വറിന്റെ അമ്മ പലപ്പോഴും വന്ന് വണ്ടി വിളിക്കാറുണ്ട്.
റിയാലിറ്റി ടെലിവിഷൻ ഷോയായ ബിഗ് ബ്രദറിന്റെ ഒരു പതിപ്പായ മലയാളി ഹൌസിലെ വിജയി കൂടിയായ രാഹുൽ ഈശ്വർ ഓരോ മനുഷ്യന്റെയും മോശം പെരുമാറ്റത്തിന്റെ മൂലകാരണം ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണെന്ന് നമ്മെ പഠിപ്പിക്കുക കൂടിയാണ് ഇന്നും. വിവാദങ്ങളും അറസ്റ്റും എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം. ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ പ്രപഞ്ചം നമുക്കൊപ്പം തന്നെ. അപ്പോൾ പുതിയ തലമുറയ്ക്കും ഒരു മാതൃകയായി തന്നെ രാഹുൽ ഈശ്വർ എന്നും ഇങ്ങനെ തന്നെ ഉയരട്ടെ. യാത്ര അവസാനിക്കുന്നില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട നമ്മുടെ സ്വന്തം ചക്ക ബാലകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് ഇവിടെ നിന്നും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തൊപ്പം കൂടിക്കോ. കാണാൻ പോകുന്നത് അടിപൊളി വിശേഷങ്ങളാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശുഭദിനം.